ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഇൻട്രോയിൽ ആ ഒറ്റക്കുള്ളൂ ഒരാളവിടെ കടന്നു വരുന്നതാണ്. എങ്ങടെ ഫോൺ വിചാരിച്ചാല് എൻ്റെ ചെങ്ങാഴ്ചിൻ്റെ കാക്കാൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ കൂട്ടാഴ്ചകളെല്ലാവരും അവിടെ കൂടാന്ന് പറഞ്ഞേക്കണം. മെയിനായിട്ട് അതിന് പോവുകയാണ്. അപ്പോൾ 4-5 കൂട്ടാഴ്ചകളൊക്കെ വരുന്നുണ്ട്. അപ്പം നേരെ ഞാൻ കല്യാണത്തിന് പോണ മാറ്റിൽ കഴിഞ്ഞിട്ട് ഒരാൾ താറി അവിടെ നിൽക്കുകയാണ്. ഭയങ്കര ഒരക്കലാണ് കേട്ടോ, മുടിയൊക്കെ ഉണക്കുകയാണ്. എത്ര അസലോമനൊക്കെ ഉണ്ടാവും ഇങ്ങോട്ടോ കേക്കാ കവളത്തൊരു പറയാത്ത മതി നിർത്തികളി. അല്ല ഇന്നിപ്പോ കച്ചുവോ എത്രങ്ങാനും നേരായി കാത്തക്കണ ചെറിയ നേരെ തിരിച്ചാണ്. എന്നും എങ്ങനെ ഇന്നെങ്ങനെ ഇന്നിപ്പോ ഞാൻ എന്താ കാട്ടിയത് അതെന്ന് പറഞ്ഞ മാറ്റണില്ല. അല്ല ഞാന് എപ്പോഴാണ് കുളിക്കാൻ കയറിയത് പറഞ്ഞ ഇപ്പൊ ഇജ് കൺമശി ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചാൻ കയറിയത്. അത് എന്തുകൊണ്ടാണ് കഴിഞ്ഞല്ലോ? എന്നിട്ടിപ്പോ ഞാൻ ഇന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ചെറിയാപ്പൂന് നിങ്ങൾ പറഞ്ഞ ഒറ്റത്തടിയാണ്, മനസ്സിലായോ? ഒറ്റത്തടിയല്ലേ? അല്ല ഇച്ച് ഞാൻ മാറ്റണം. ആദൂനെ മാറ്റി എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തുണ്ടല്ലോ. കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? ഇച്ച് ഡ്രസ് ഇട്ടാ മതി. എന്റെ മാതിരി തേക്കാനൊന്നും ഇല്ലല്ലോ. ശരി, ഞാൻ പിന്നെ മുടി പറഞ്ഞാ കേക്കണില്ല, എങ്ങനെ ഇട്ട് നിക്കണില്ല. പണ്ടത്തെ എന്റെ മുടിയാണ് മുള്ളമ്പന്നിന്റെ മാതിരി നിന്നേ. ഒന്ന് നിക്കണേ, മുടി നിറച്ചു ചെയ്തേക്കണ്. കഷണ്ടി മാത്രല്ല. നോക്ക്, നമ്മളിവിടെ ഇറങ്ങാണ്. ഒരാള് പെന്റെ ഉടമസ്ഥം പൂട്ടിയാലേ ആ വാതിലങ്ങ് ശരിയാവുള്ളൂ. ഇപ്പൊ ഞാൻ പഠിച്ചേക്കണ, ആദ്യം അറിയില്ല. ഇനി ആരോപ്പത്തെ പഠിച്ചോനെ ഏതപ്പൊ മോഡലൊക്കെ എങ്ങനെയുണ്ട് ചോക്ക്? എന്റെ ഡ്രസ്സ് സൂപ്പറാണ് ചോക്ക്. സൂപ്പറാണേ. അങ്ങനെ നമ്മളിപ്പോ പെരീന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഒരാള് അവിടെ എത്തിക്കണ, ഒരു കൂട്ടാഴ്ച എത്തിക്കണെന്ന് വിളിച്ചത്. ചെറിയാപ്പൂന്റെ ചെങ്ങായിമാരൊന്നും ഇല്ല അതിന്റെ അല്ലേ? മതിയോ? അപ്പൊ കുറച്ചേരൊക്കെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം കൊറേ എല്ലാരും കൂടിയിട്ട് 1.5 കൊല്ലത്തോളായി. അപ്പൊ മെയിനായിട്ട് അതിനാണ് പോണത് അല്ലേ? 4-5 ഗ്യാങ് ഏതാണ്. അപ്പൊ പോവാണ്, കൊറേ പോവാണ്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ എത്തി. ചെറിയപ്പോ വണ്ടി വർക്ക് ചെയ്യാൻ പോവാണ്. അവിടെയാണ് ഓഡിറ്റോറിയം. ഞാൻ അവിടെ എത്തണം. അതില് പോവല്ലേ? സാന എങ്ങനെയുണ്ടായി കല്യാണൊക്കെ? എന്താ യോ മെഹന ഫിദ എന്തെനിക്ക് പറയാല്ലേ? ഒക്കത്തിന് ജാടിയാണ്. കല്യാണത്തിനെ പറ്റി പറയാല്ലേ? സൂപ്പർ കല്യാണം. ഇതൊക്കെയാണ് ഞമ്മള് പറഞ്ഞ ആൾക്കാര്. ഒക്കത്തിന് കല്യാണം കഴിഞ്ഞ് തരേ എന്തെനിക്ക് പറയാല്ലേ കല്യാണത്തിനെ പറ്റി? ഒക്കെ തിന്നാൻ പറയണില്ലേ? ഇതാണ് ഞങ്ങളെ ഫിദന്റെ ചുണ്ടരി, യാശീനാക്കാന്റെ ചുണ്ടരി അല്ലേ? നല്ല ചൊറുക്കിലൊരുക്കി കൊണ്ടുവന്നാണ് കുട്ടിക്ക് കേറുമ്പാലൊന്നും വേണ്ട. അത് ഊരിയോ? അത് ഞങ്ങള് നേരെ പോട്ടെ. നമ്മള് ഫുഡ് കഴിച്ചാ നിക്കാണ്. ഒക്കെ വരിക്കിട്ടി. ചിത്താന്റെ കുട്ടി കോട്ടാവി ഉണ്ട്. ചിത്താരെ അവിടെ ഓരോരുത്തരുടെ തീറ്റ ഇത കാലമായിട്ട് മന്തിക്കുന്ന, പക്ഷെ മന്തി കഴിഞ്ഞു പോയി. മാമുന്നല്ലോ എന്നാ ഞങ്ങൾ ചോറുന്നല്ലേ. അങ്ങനെ നമ്മളെ കല്യാണ പരിപാടി കഴിഞ്ഞ് ചെറിയപ്പോ കൊറേ അതിനോട് പോസ്റ്റ് പറയണ്ടേ. ഇതിന്റെ മറുപടി വണ്ടിമലയാണ്. ഞാൻ പെരയിലെത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മള് ചെങ്ങാഴ്ചകളൊക്കെ ഉണ്ടായിന്. ഓലിപ്പോ അങ്ങാടി പോണ്. നമ്മളെന്തേലും പറയുമ്പോ നമ്മള് ആണ്ടിലൊരിക്കല് അങ്ങാടിക്ക് ഞാൻ ഒറ്റക്കാണ് പോണത്. എന്നെ കൊണ്ടുപോയാണ്ട് പോസ്റ്റ് പിന്നെ കുട്ടി കൊണ്ടുപോയാണ്ട് 3 മണിക്കൂറാണ് ഞാൻ പോസ്റ്റ് ആയിട്ട്. 3 മണിക്കൂറൊക്കെ എത്താ ഇരുമാനൊന്നുമില്ല. എല്ലാരും ഉണ്ടായിന്. എല്ലാരും ഒപ്പയും ഫുഡൊക്കെ കഴിച്ച് ഫോട്ടൊക്കെ എടുത്ത്. പിന്നെ കുട്ടികളൊക്കെ ചീനോടി അവ ഒന്ന് തൊള്ള പോലും കടുത്തത് ഈ
ആ ലെവലിക്ക് ഞാൻ പിന്നെ ആദൂനെ കുറച്ചേരം നോക്കി ഞാൻ പിന്നെ ചെറിയ അപ്പുവിനെ കയ്യിലേൽപ്പിച്ച്. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏതായാലും ഉഷാറായി. ഞങ്ങളെല്ലാരും ഒരു ദിവസം കൂടണം എന്ന് പറഞ്ഞു. നമ്മള് വരില്ലോ എന്താ പരിപാടി? നമ്മള് വന്നത് എങ്ങോട്ടേച്ച് നമ്മളെ പെരീക അല്ലേ വിട ഇവിടെ കേറിയിട്ടൊന്ന് പോകാ വിചാരിച്ചു. അങ്ങനെ കല്യാണ പെരീത് നേരെ ഇവിടെ വന്ന് കാരണം പോണ വൈക്കല്ലേ ഞങ്ങൾ ഇവിടെ ഓളെ കല്യാണത്തിന് കൊണ്ടുപോയിന്. നോക്ക് 2 ദിവസം മുന്നേ കല്യാണം ഉണ്ടായിന്. അപ്പൊ നമ്മള് നാലും വെച്ചിട്ടില്ല അന്ന് അവിടുത്തെ വല്യമ്മക്ക് സുഖമില്ലായിണ്ട് പോയിനേട്ടോ. എന്താ മൂലൊക്കെ വെക്കണ പേര് അമ്മായിയാണ്. ഫസൽ ഫാമിലിത്തെ ചങ്കാ അമ്മായിയാണ് നിങ്ങള് അല്ലേ? ഓലയില് വരുള്ളൂ. ഞങ്ങളിലൊന്നും വരൂല. ഇപ്പൊ കൊറേ ഫാൻസ് ആണ് അല്ലേ അമ്മ? ബസ്സിന്നൊക്കെ ആൾക്കാര് പിന്നാലെ കൂടിയാണ്. ഞാൻ പുറത്ത് കടങ്ങൂല. ഇപ്പം പറയണ്ടേ നീ വീഡിയോയിലില്ല. ഇപ്പൊ പറയണ്ടേ ഞാൻ ഈ വീഡിയോയില്ല. ആ വീഡിയോയിൽ നല്ല കുറച്ച് ആൾക്കാർ അറിയണുള്ള ഇപ്പാന്റെ നല്ല ബിരിയാണി ചിക്കണ ഫുഡും അല്ല വീഡിയോ കാര്യമൊക്കെ വരുന്നുണ്ടല്ലേ അപ്പാ? എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? പഴയ ബ്രോസ്റ്റ് ഉണ്ടാക്കണ്ടേ? കൊറേ കാലായി തിന്നിട്ട്. ഫസ്റ്റ് ഞാൻ ബ്രോസ്റ്റ് തിന്നാൻ പോയാകുമ്പോ നല്ല ഫുഡ് ഉണ്ടാക്കും. ബ്രോസ്റ്റും ഇതൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഞാന് ഇപ്പൊ കോഴി ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഓയിൽ ഇതൊക്കെ ചെപ്പിക്ക് വാങ്ങും. ഞാൻ കോഴി മാത്രം വാങ്ങിക്കൊടുന്നിട്ട് അവിടെ ഇരുന്ന് തിന്നും. ഒക്കെ കൊറേ പീസ് ഉണ്ടാവില്ല. ഒക്കെ ഞാൻ ഇരുന്ന് അത് സംഭവം എന്താ വെച്ചാലേ ചെറിയ അപ്പൊ കൊറോണ ടൈമില് നാട്ടില് വെട്ട ടൈമില് കട്ടക്കാലത്തിലേക്ക് പണി എന്നിട്ട് അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചും കറണ്ട് പോയാൽ കോഴിപ്പിടി പോയിട്ട് കുറച്ച് കോഴി വാങ്ങി പെരിയൊക്കെ ഇപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കിയപ്പോ അന്നിപ്പാക്കി പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഫുൾ എനർജറ്റിക് പാത്രമൊക്കെ ഇങ്ങനെ പാറുള്ളൂ. അടുപ്പത്തൊക്കെ കയറി അങ്ങനത്തെ വലിയ പ്രശ്നമല്ല. ചെറിയ എന്തോ ഒരു പാത്രങ്ങളൊക്കെ അറിയുള്ളൂ അന്ന്. ഇപ്പൊ അടുക്കളയിൽ കയറിയാല് അപ്പുറത്തെ പെരക്കാരെ അറിയുന്ന മാനുവാക്കി എന്നില് വെച്ചിട്ടുണ്ടാക്കിയത്. അഭിതാറ്റൊക്കെ ശരിക്ക് ചോദിച്ചു. കാരണം പാത്രങ്ങൾ ചിൽ ഓല അടുക്കളയ്ക്ക് ശരിക്ക് കേൾക്കും. ഞാൻ ആ ബ്രോസ്റ്റിന്റെ ഒരു വീഡിയോ നമുക്ക് ഉണ്ടാക്കിയിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയിട്ടേ നമുക്ക് ഉസാറാക്കണം. ഷെഫീഖൊക്കെ അന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വാങ്ങിയേനെ. പിന്നെ നിങ്ങളെ പിരാക്കായിട്ടാ തോന്നുന്നുണ്ട്. എന്റെ തട്ടി നീങ്ങി സാധനമൊക്കെ ഉണ്ടായിന്. ആ അവിടുന്ന് ഇങ്ങനെ നുള്ളി പൊറക്കല് തിന്നി ജന്തുക്കളെ തിന്നി. സംഭവം അതാണ്. ഞാൻ പോയപ്പോ കൊറേ ഉണ്ടാക്കല് കൂടി. ഞാൻ വന്നപ്പോ ഉണ്ടാക്കലില്ല. എന്ത് ബിരിയാണി വെച്ചു വിളിച്ചപ്പോ വന്നില്ല. സ്വാഭാവികോ? നെയ്ച്ചോറ് ചീനി നെയ്ച്ചോറ് വേറെ ബിരിയാണി വേറെ ഇല്ല. പിന്നെ 2-3 ദിവസം അവിടെ അങ്ങനെ ചെറിയാപ്പു കമന്റ് ഇട്ടിട്ട് ചെറിയാപ്പുവിന്റെ വല്യമ്മക്കും വേണ്ടി കൊറേ ആൾക്കാർ പ്രാർത്ഥിച്ചിരിക്കണം. എല്ലാരും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞവരുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട്. എല്ലാരും പ്രാർത്ഥിക്കൊണ്ട് ഇനിയും പ്രാർത്ഥിക്കൊണ്ട് ഞങ്ങള് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും മരിച്ച എല്ലാവർക്കും. അപ്പൊ ഞങ്ങള് എന്താ 2-3 ദിവസമായിട്ട് വീഡിയോയിലില്ലേനി. കാരണം അവിടുത്തെ വല്യമ്മക്ക് സുഖമായിരുന്നു തന്നെ ഞങ്ങള് വീഡിയോ ഒന്ന് മാറിന്നേനി അല്ലേ? കാരണം പിന്നെ വല്യമ്മക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒരു ബാത്റൂമില് കൂടിന്റെ ശേഷം ഒരു 15 ദിവസമായിട്ടുള്ള ബാത്റൂമിൽ കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ വല്യമ്മക്ക് ഒരു കാരണക്കാരം നല്ല പ്രായം കിട്ടും വല്യമ്മക്ക് 90 അപ്പൊ ഞാനും ചെറിയപ്പോ വീഡിയോ ഒന്നും എല്ലാം അങ്ങോട്ട് മാറുന്ന ടൈമില് പിന്നെ അതില് നമ്മളെ സിപ്ന ഉണ്ടായതുകൊണ്ട് എല്ലാരും പറയലുണ്ട് അല്ലേ? ഒരാളാണ്, 2 ഇതാണ് 2 തൂണാളായി കഴിഞ്ഞാല് പ്രശ്നം എന്താ വെച്ചാല് ഉപകാരം എന്താ വെച്ചാല് എന്തേലും പറ്റി കഴിഞ്ഞാല് ചാനല് ഞാൻ കൊണ്ടിറക്കും. എനിക്ക് എന്തേലും പ്രശ്നം വന്നു കഴിഞ്ഞാല് ചാനൽ ഓള് കൊണ്ടിറക്കും. കുറെ ആൾക്കാർ പറയും ഇതൊരാൾ തന്നെയാണ് കൊണ്ടിറക്കല്, ഒരാള് ചെല്ലില്ല. അപ്പൊ 2 ആളായാലും ഉപകാരമാണ്. നമുക്ക് എന്തേലും ഒന്ന് പതറി കഴിഞ്ഞാൽ എന്തേലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ ഞാൻ മാറിയിരുന്നാലും ഓള് ഇത് കൈകാര്യം ചെയ്യും, ഓള് മാറുന്ന ഞാൻ ഇപ്പൊ കൈകാര്യം ചെയ്യും. കാരണം ഒന്നാമത്തെ ഉദാഹരണമാണ് ഓള് പള്ളിയിലായി ക്ഷീണായി. നമുക്കറിയാം അവസ്ഥ അങ്ങനെയാണ്. ഓളൊരു ടൈമിൽ നീച്ചു വരുന്നത് നമുക്കറിയാം. ആ ടൈമിൽ നമ്മൾ ഓക്ക് കൊടുത്തു.
ആ ടൈം ആയപ്പോൾ ഡബിൾ എനർജിയില് വ്ളോഗിടലൊന്നും നടക്കൂലല്ലേ അത് സംഭവം. എന്താ ഇടുക എന്താ കണ്ടന്റ് എന്ന് അറിയാം. അതാണ്. പക്ഷെ നമ്മളിവിടെ ആവുമ്പോ നമുക്ക് എന്തേലൊക്കെ കിട്ടും. അതല്ലേ ഞാനൊരു പോസ്റ്റ് ഇട്ടില്ലേനോ, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ടൈം എല്ലാരും പറയണത്. ഒരാളെ കമന്റ് ഇടണേ തീരെ ഇടാ ഞാൻ അത്രയും നല്ലത്. ആരാണ് ആ സത്യം പറഞ്ഞ മഹാ? നോക്കട്ടെ. ഈ സ്വാ ഞങ്ങൾ ഇനിയും വീഡിയോ ഇടുന്നതാണ്. അത് ഒറ്റയ്ക്ക് പറയുമ്പോഴൊന്നും നമുക്ക് നിർത്താൻ പറ്റൂല, കാരണം അതിന്റെ ബേക്കിൽ അത്രയും അധ്വാനം ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ വന്നിരിക്കുന്നത് 8 മണിയാണ്. കാരണം എന്താ വെച്ചാല് ചില ദിവസം പോൾ നല്ല ഉസാറായതുകൊണ്ട് ചില ദിവസം 2 വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു വീഡിയോ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഒരു 11 മണി 12 മണി ആ ലെവലിക്ക് ഒരു വീഡിയോ അറിയുന്നത് ഒരു 7-8 മണി ആ ടൈമാണ് വിചാരിച്ചത് അല്ലേ? വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അളിയാക്ക വാതിലൊക്കെ ഉണ്ടാക്കീനി. വാതിൽ ഉണ്ടാക്കിയ കാണാൻ പോണ്ടേ? പെയിന്റ് അടിച്ചിട്ടില്ല. പുലി അപ്പൊ പുലിനെ പേടിച്ചിട്ട് വാതിലെ ശതാപ്പാണത്. ഇവിടുത്തെ കാടൊക്കെ ഓല് വെട്ടാൻ പറഞ്ഞിട്ട് ഉസാറായിട്ട് വെട്ടി തന്നിട്ട് ഏതായാലും. ഇനി അപ്പുറത്തെ സൈഡിൽ ഒരു കാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിലെന്തേലും നമ്മളെ ഏരിയയിൽ കൂടെ ഈ കാടേന് പ്രശ്നം. എങ്ങനെ അറിയാ പോവാ? മരുവനൊരു വെൽഡിങ് കാരനായതുകൊണ്ട് അടുക്കള ഉണ്ടാക്കി തന്നു, മറ്റേ വാതിൽ വെച്ചെന്നു. ഇത് പെയിന്റ് അടിച്ചാണ്ട് ഉഷാറായി. ഇൻഷാല്ലാ പൈസയും കാര്യമൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. നോട്ടെ, വാതിലൊക്കെ ഒരു ദിവസം കൊണ്ടില്ല പണിയാണത്. കൊറേ വീഡിയോ ട്രൗസർ ഇല്ലാത്തോണ്ട് ഭയങ്കര പവറാണ് അവന്. ഏത് ചാനല്? ഫസൽ ഫാമിലിന്റെ വീഡിയോ കട്ട് ആയിക്കണ, ഇവിടുത്തെ വീഡിയോ ഓൾക്ക് 4 കട്ട് ആയിക്കണോ കാരണം. രണ്ടാമത് പിന്നെ അത് കട്ട് ചെയ്ത് അതന്നെ പണി. അപ്പൊ ഇനി നമുക്ക് പോവാ. അപ്പൊ ഞങ്ങൾ ഇനി നേരെ പെരിയ പോണം. ബേക്കറി ഒന്നും ഇല്ലല്ലോ അവിടെ? ബേക്കറി ഒക്കെ കഴിഞ്ഞു. തപ്പണൊക്കെ അടുക്കള കണ്ടാ പിന്നെ വരൂല. ആ പായം ഗർഭിണിക്ക് ഓള് കുട്ടി തടിയെന്നാളേണേ. എന്താ അല്ല സമന, എനിക്ക് പെരിയിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടലുണ്ടോ? ഒന്നുമില്ല. ഇതേപോലെ നുള്ളി പൊറുക്കാനുള്ള സാധനമൊക്കെ പെരിയുന്നുണ്ടോ? ഇനി പായം കഴിഞ്ഞ് ചോറ് നല്ല താളിപ്പാണ്, നല്ല വെറുഞ്ചോറ്. താളിപ്പായതുകൊണ്ട് അടുക്കൂല. ഇന്നലെ ബിരിയാണി ആയിക്കണേ, അങ്ങോട്ട് ഇന്ന് താളിപ്പ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ബിരിയാണി മതി. ബിരിയാണി ചെറിയാവേ കല്യാണത്തിന് പോയപ്പോ ചെറിയാപ്പോ ഒറ്റക്കായോണ്ട് എന്താട്ടിങ്ങനെ കുറവായിട്ട് വല്ല തിന്നുക. ഞാൻ കൂട്ടാറ്റാളപ്പം ഇരുന്നു. കുറവല്ല, ഒരു 5 ആൾക്കാർ ഇരുന്നിക്കണ്. ഒരു സീറ്റ് പോയിക്കൊണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ അങ്ങോട്ട് പോയി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വളരെ തിന്നു കഴിക്കുന്നു. ഇരുന്ന് തിന്നണം. പോലെ തിന്നണ എളുപ്പം തിന്നാൻ വെക്കണം. ആക്കം പോലെ ഞാനങ്ങനെ ആക്കം പോലെ കൊറേ തിന്നും വേണം. കൊറേ തിന്നണം. അപ്പോൾ മിഞ്ഞാന്ന് കല്യാണത്തിന് ഇന്നിപ്പോ ഞാൻ 3 മണിക്കൂറാൻ വെയിറ്റ് ചെയ്തത്. ചെറിയാപ്പോ 3ാമത്തെ തട്ട അറിയുന്നു. 2ാമത്തെ തട്ട വണ്ടി വന്ന് ഒന്നൊന്ന് ഇവിടുന്ന് ഒന്ന് ഇവിടുന്ന് 3 തട്ടെന്ന് പറഞ്ഞാൽ 3 മണിക്കൂറല്ലേ, ഓരോ മണിക്കൂർ വെച്ച് പറയണ്ടേ. ഓല് പെരിയിലൊക്കെ നമ്മൾ എത്ര മണിക്കൂർ ബോർഡ് അടിച്ചിരിക്കണേ? നമ്മൾ ആരോടെങ്കിലും പരാതി അറിയണ്ടോ? ഞാൻ നമുക്ക് രാവിലെ ഒരു കോമഡി കാണിച്ചു. ഏതാ? ഏതേലും മന്ത്രിക്ക് ഞങ്ങൾ പരാതി ചെയ്തിട്ടുണ്ടോ? കെട്ടിച്ച പെരിയില് ഞങ്ങൾക്ക് ബോർഡടി അല്ലേ? നമ്മളൊരു കല്യാണത്തിനോണ്ടേ കുറച്ചു നേരം അവിടെ ഇരുത്തീനാണ്. അത് ഓരോ മണിക്കൂർ സ്വഭാവമൊക്കെ അങ്ങനെ നിക്കണ അതിലാണ്. എന്നാലും ഓല് പറഞ്ഞു ചെറിയാപ്പോന് നല്ല ക്ഷമ ഉണ്ടിട്ടടി ആ പായം കൊല്ലിയെ കൊടുങ്ങണ്ട വല്ല തിന്നാതെ എന്തോ പറയാണ്ട്. എന്താ ഇവിടെ പണി? ഇവിടെ ഒരു മീനുണ്ട്, അതില് കച്ചിട്ട് കിഴുമ്പാണ്. ഓളാരമ്മ? മൂത്തച്ചി ഒന്നല്ല. ആ മൂത്തച്ചിയോ? മൂത്തച്ചിയോട് പായം തിന്നപ്പോഴേ ബേക്കറി ഒന്നും ഇല്ല, കഴിഞ്ഞിക്കണ ഞാൻ വെറുതെ നോക്കിയത് ബിസ്ക്കറ്റ് എടുത്തേക്കാണേ. ഞാൻ പറഞ്ഞോളി. കൊടുന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. അവനെ കണ്ടിട്ട് കയറ്റിയതല്ല സത്യം. എന്താ പറയാ, അപ്പൊ ഒന്നുമില്ല. തീർക്കും ചെറിയാപ്പ് വരുന്നുണ്ട് നട്ടത്തിട്ടാണ്. അതിന്റെ ഞങ്ങള്
ഇങ്ങനത്തെ മരുമക്കളുണ്ടെങ്കിൽ കമോൺ ബിലോ. വെറുതെ എങ്ങനെ എടുത്തു വരീത്തൊക്കെ പെരീന് നമ്മള് ഇറങ്ങി പെരി പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. മറ്റോന് ഇവിടെ അളകുണ്ട് വരൂലെന്ന് പറഞ്ഞിട്ട് ബേക്കറി ആണ് കേട്ടോ. ഉമ്മാന്റെ ഒക്കത്തൊക്കെ കയറി കുത്തിരിക്കണ്ട. എന്താണ് ഇവിടെ ഇത് യൂട്യൂബുകാരുടെ ശ്രദ്ധക്കിന്റെ കുട്ടി നല്ല ജോക്കി ഷെട്ടി ഇട്ടിക്കണ്. ഒന്നിട്ടില്ലാന്ന് പറയരുത്. ആ കജ്ജെടുത്താണെ ഒന്ന് കാണണ്ട വേനക്കാരെ. ഇവിടെ മയ്യേനെ അത് പോരുന്നാ ബാ. എന്താ പിന്നെ സ്വന്തം ബാപ്പി ഇമ്മയും വിളിച്ചിട്ട് കുട്ടി വരുന്നില്ല. അവിടെ അത്രക്ക് ഇഷ്ടാണേ. കൊറച്ചേരൊക്കെ നിർത്തിയാ പിന്നെ പോവാ. ഇജിപ്പ വന്നാല് നാളെ നഴ്സറി പോണ്ട. ഇന്ന് വന്നാല് നാളെ നഴ്സറി പോണ്ട. നഴ്സറിക്ക് പോണ്ടോ. ബാ ഐസ്ക്രീം ഏതായാലും ഇവിടുന്നൊരു യുദ്ധമൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോട്ടെ. എന്നെ കൈവിടല്ലേ അതിനെ പിടി. എന്നിട്ട് ഏതായാലും ഇതിനെ തൂക്കിയെടുത്ത് കൊണ്ടോട്ടെ. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ വന്ന് കഴിഞ്ഞ് ഇവിടെ ഒരാൾക്ക് ചായ വേണം. അപ്പൊ ചെറിയാപ്പു സ്പെഷ്യൽ ചായ മതി എന്ന് പറഞ്ഞു അല്ലേ? എന്താ ഞാൻ പറഞ്ഞേ? ഞാൻ പാൽ ചായ കുടിച്ചും കൂടിയില്ല. ഞാൻ രാവിലെ ചായ കുടിച്ച പിന്നെ ചായ കുടിച്ച എപ്പോഴാ പിറ്റേന്നാണ്. അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല ഞാൻ കുടിച്ചലുണ്ടോ? ഞാൻ പാൽ കുടിച്ചലുണ്ടോ? ഇഷ്ടല്ല. എനിക്ക് ഇഷ്ടല്ല. അത് മതി ഉണ്ടാക്കാൻ. മതി ചെറിയാപ്പോ പാൽ ചായ പാവങ്ങളാണ്. തിന്നാനും കിട്ടലില്ല. അപ്പച്ചാണ് തന്നിട്ട് 4 കൊല്ലായിട്ട് നിർത്താതെ കൊടുക്ക കുട്ടിക്ക് തലങ്ങും വിലങ്ങും. എന്തിനാണാവോ എന്നോടും ഉണ്ടാവില്ല. ഏതപ്പ ചായപ്പൊടി? അത് വയനാട്ടിൽ പോയി വാങ്ങേണ്ടി വരും. തല്ലല്ല അത്. ആദ്യം ചായയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചായയില് ചായപ്പൊടി ഇടണം. അതിന് ശേഷമേ പഞ്ചാര ഇടാൻ പാടുള്ളൂ. പാവാണ്. ഞാൻ നിങ്ങൾക്ക് വെള്ളച്ചായയില് തരില്ല ഇത്രയും കാലമായിട്ട്. എങ്ങനെ തന്നെ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എന്താ പരിപാടി വെച്ചാല് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ വെറുതെ അറിഞ്ഞാണ്. അപ്പം കൊറേ കാലായിട്ട് വണ്ടി നമുക്ക് തരൂലേന്. ഇനിയിപ്പോ വണ്ടിക്ക് സ്ക്രാച്ച് ഇടാല്ല. അതുകൊണ്ടാണ് കൊടുക്കാൻ. അപ്പം കാരണം കൊടുത്തു നോക്കാം. എന്തായി മൈക്കണ് കൊഞ്ഞാടിയിട്ടോ. അപ്പൊ വെറുതെ ഒന്ന് കറങ്ങിട്ട് വരാം. എങ്ങട്ടാ പോണ്? വെറുതെ ഈ അങ്ങനെ പോയിട്ട് ആ വെളിച്ചത്ത് കൂടെ അതിൽ അങ്ങനെ വരും. അങ്ങോട്ടാ. അപ്പൊ വണ്ടി ഇങ്ങോട്ടാ പോണ്ടി അറിയേ. അങ്ങോട്ട് ഇത് തൊട്ട് ഗൂഗിൾ മാപ്പ് വൈകിട്ട് നമ്മൾ അതിൽ അങ്ങനെ പോകും. നേരെ വന്നത് ഉമ്മമാനൊന്ന് കാണാൻ വിചാരിച്ചല്ലേ? എന്താ പാട്? നടം വരുന്നുണ്ട്. നടം മുന്നന്റെ ആളാണ്. 2 വണ്ടി പോയത് എന്തോ മുന്നേ കൊയങ്ങിയോ? കണ്ടപ്പോ പേടിച്ചിക്കണ്. രാവിലെ തൊട്ടായിരുന്നു പറയല്ലേ? മുന്നോന്റെ പെരീക്ക് പോവലേ ഇല്ല. അത് പറഞ്ഞാ മതി. കിടക്കാൻ പോവാ. രാവിലെ ആയ മോട്ടം വിളിച്ചും വരുന്നില്ലേ? ഇമ്മമ്മ ആട്ടുവോളോ? എന്തിനാട്ടും പുറത്തേക്ക് റൂം എടുക്കാം. ഓരായിട്ട് തന്നെ ഓടിപ്പോഴും. കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞോ?
ഇവിടുത്തെ യുദ്ധം നാളെ എന്താ ഉമ്മ ആലോചിച്ചണ്? നിങ്ങൾ ഇവിടെ ഒന്നല്ലേ? രാവിലെ എന്തായിരുന്നു കഴിക്കാൻ? രാവിലെ ഇന്നലെ കൊണ്ട് നെയ്ച്ചോറിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് ഉച്ചക്ക് 4 മണിക്കൊക്കെ ചോറാണ്. സുഖമായല്ലോ. ചോറ് മീന് ഒന്നുമില്ലേ അതൊന്നുമില്ലാത്ത വൈകുന്നേരം ചോറും മീനും, രാവിലെ ഒന്ന് ബിരിയാണി, സുഖ ജീവിതം തന്നെ. ചോറുമ തൊട്ടില്ല. രാവിലെ നെയ്ച്ചോറ്, ഇന്നലെ രാത്രി ഇവിടെ അതിനെല്ലോ നെയ്ച്ചോറും പിന്നെ ബീഫ് ഞാൻ അവിടെ തിന്നു. ഞങ്ങള് ഞെട്ടുകൊടുത്തുനിന്ന് വാങ്ങിയെന്നേ പോത്തല് നിന്നല്ലേ. റൈലാണോ? അവിടെ ഒരു തട്ടുകട ഉണ്ട്. അതത് കടന്നു വരും. നഞ്ഞു തല തോത്ത് തല ഇതൊക്കെ കാട്ടിയല്ലേ? ഹെൽമെറ്റ് ഉണ്ടെനി അത് മറ്റൊരു നോക്കണോ ഇരിക്കോ. കുറച്ചേരെ ഞങ്ങൾ വന്നിട്ട് കുറച്ചേരായി. ഇതെന്താ ഇതേതാ മറ്റേ ഇതിലിട്ടാക്കിയുള്ളൂ ആ മോഡലാണ്. ബാഗി ഷർട്ടാണോല്ലോ. ഫുള്ളാണല്ലേ ഇപ്പൊ മറ്റേ ഇത് ക്ലോറക്സിലിട്ടാണോ? അല്ല മോഡലാണ്. ഞാൻ എന്താനുവോ കണ്ണ് ആണ്. ഞാൻ വിചാരിച്ചു ഷണ്ണെ ക്ലോറക്സിലിട്ടാണത്. ഇവിടെ നോക്കുമ്പോ ഉള്ളാണ് ഇവിടെ നോക്ക് ദൂരത്ത് നോക്ക്. അല്ലേലേ ശ്വാസാണ്. ഈ സാധനം കണ്ടിട്ട് ഇച്ചിരി ഇറങ്ങരുത്. ഇതന്നെ കളയാൻ നിൽക്കിയ ഞാൻ. അതല്ല ഇതിന്റെ മോഡല്. ഞാൻ വിചാരിച്ചു ഡ്രസ് ഇട്ടില്ലേ ഞാൻ അങ്ങനെ പറയാൻ നിക്കണേ. നല്ലൊരു അതുകൊണ്ട് ടീഷർട്ട് ഉണ്ട്. മറ്റേ ബേക്കതായതല്ലേ. പക്ഷെ സംഭവം എങ്ങനെയുണ്ട്? ചോക്കി. അത് രസമുണ്ട്. അതും മറ്റേ അതിന്റെ മറ്റേ രസമുണ്ട്. ക്ലോറക്സ് തുള്ളി പറിച്ച റബ്ബാണ് സത്യം. അത് അങ്ങനെയാണ്. ഇങ്ങനെ കടഞ്ഞാണ്. ക്ലോറക്സ് കഴിഞ്ഞിങ്ങനെ ചെറിയപ്പോ വരിയില്. പിന്നെ അങ്ങനെ പുള്ളിയും കുത്തും. അത് തിരുപ്പൂരാരുണ്ടാക്കി കൊടുത്ത ഷർട്ടാണ്. അപ്പൊ കണ്ടല്ല തിരുപ്പൂരാണെന്നു ഉണ്ടാവും. അത് ഓല ഡ്രസ്സാണ് മാമ. ടീഷർട്ടാണ് കാര്യമായിട്ട്, ഷർട്ടല്ല. ബാഗി ഷർട്ടാണ്. ഇരുന്നോ. എന്താ തിന്നേ? എന്തൊക്കെയാ തിന്നു. എന്ത് നിങ്ങളവിടെ പോയി എന്തൊക്കെ കല്യാണം നിങ്ങളവിടെ പോയി തിന്നപ്പോ ഞാനും പറയല്ലേ അത് കണ്ടു കാണാൻ. ഞങ്ങള് പോയി. പോയോ? കൂട്ടുകാരികളൊക്കെ ഉണ്ടായിന്. അങ്ങനെ എല്ലാരും പോയി. വേറൊരു 2 പെന്റി കിടക്കണ്ട. ഓർക്ക് ഓണത്തിനുള്ള സാധനമാണ് എടുത്തോ പ്രൊമോഷൻ. അതിന്റെ പിന്നാലെ പോയി. നേരില്ലാത്ത നേരത്താണ് ഉൾക്കാണെന്നുണ്ടെങ്കിൽ 13-ാം തീയതി വേണം. ഇന്ന് 11. 11 നാളെ മറ്റന്നാളും കൂടി ഉള്ളൂ. നാളെ കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ മറ്റന്നാളെ കൊണ്ട് വോയിസോറ് കൊടുത്താണ് തീർക്കാം. അങ്ങനെ നമ്മള് തറവാട്ടിന്ന് ഇറങ്ങി. ഞങ്ങടെ പോണേ എങ്ങോട്ടാ പോവാ? ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ പോവാം. പെരിയിൽ ഉണ്ടാക്കട്ടെ ചോദിച്ചു. ഉണ്ടാക്കട്ടെ, എന്തുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ചോറുണ്ടാക്കട്ടെ ചോദിച്ചു. അപ്പൊ മുന്നേ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു റീലിലും വേണ്ടിട്ട് തറവാട്ടക്ക് ലേറ്റ് എടുക്കാൻ വന്നാണ് അല്ലേ. മഴ പെയ്തു. അപ്പൊ മഴ പെയ്ത് അവിടെ കുടുങ്ങിപ്പോയി. അപ്പൊ റീലെടുക്കാൻ പറ്റില്ല. അപ്പൊ അതൂന് അവിടുന്ന് ചോറ് കൊടുത്തു. ഓന് ചോറ് അമ്മായി വാണ ചോദിച്ചപ്പോ ഓമാണ് തന്ന്. അപ്പൊ ഓന് ചോറൊക്കെ വാരി കൊടുത്ത്. അപ്പൊ ഇനി സത്യത്തില് കറങ്ങാൻ ഇറങ്ങിയാണേ. മുന്നേ ആനും മോട്ടനും വരാൻ നേരം വൈകുന്ന പറഞ്ഞിട്ട് ഇടക്കര പോലെ ഇടക്കര ഉണ്ടായിനി. ഇടക്കര പോയി എന്തേലൊക്കെ തിന്നിട്ട് വരാൻ വിചാരിച്ചിരിക്കേനി. അപ്പോഴാണ് മുന്നേ വന്നത് അല്ലേ. ഞങ്ങൾ ചാത്തമുണ്ട് എത്തിയപ്പത്തിന് മുന്നേ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയേക്കണേ, ഇന്ന് തറവാട്ട് പോയിക്കോളിയായിരുന്നു ലേറ്റ് എടുക്കാൻ. അപ്പോത്തിന് പിന്നെ മഴ പെയ്ത് വർത്താനം വന്ന് നേരം വൈകി. ഇപ്പൊ ടൈം 9:30. ആ 9:30 അപ്പൊ ഇനി ഞാൻ കാണിച്ചിട്ടോ. അപ്പൊ നേരം ഞങ്ങള് വന്ന് അടക്കര ഒരു കടയില് അല്ലേ. ഞങ്ങൾ ലാബിന്റെ മുന്നത്ത് നേരല്ല കടയിലെത്തി. ഒക്കെ ഇന്നുണ്ടോ? ഒരാൾക്കിന്റെ ഇടയില് ഒരു തലക്കറക്കൊക്കെ കഴിഞ്ഞ് പൊട്ടിരിക്കുന്നു. ഓനോട് മന്തി കാത്തു കുത്തിരിക്കുകയാണ്. നെയ്ച്ചോറും ബീഫാണ്. നെയ്ച്ചോറും ബീഫാണ്. 100 അല്ലേ? 100 ആ അപ്പൊ ലാഭമല്ലേ അല്ലേ. മന്തിപ്പോ വരുവോ? ആ വരും. പേരുണ്ടോ? നമ്മള് കാത്തുന്ന നഗയില് ചോറൊക്കെ രസമുണ്ടോ? ചൂടുന്നു ചിലപ്പോ രസമുണ്ടോ?
അപ്പൊ തിന്നിട്ട് നല്ല പൈസ കഴിച്ചുണ്ട്. ചോറ് തിന്നിട്ട് ഇനി പെരിയിലെത്തിയിട്ട് കാണാം അല്ലേ. അങ്ങനെ നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ച് പെരിയിലെത്തി. ഒരാൾ ഇവിടെ സെയിൽ കഴിക്കണ് അല്ലേ. എന്താ എനിക്ക് പറയാല്ലേ? ഒന്നും പറയാലോ, ഇവിടെ മീനുണ്ടായിട്ടേ. ഒരു തോട്ടിൽ പോയിട്ട് മീനിനെ പിടിച്ചിക്കണ. തോട്ടിലല്ല, അപ്പുറത്തെ പെരിയില പിടിച്ചേ. അപ്പുറത്തെ പെരിയെന്നാണോ? ഞങ്ങള് നാളെ അടി കൂടെ പോയിന്. അപ്പൊ അവിടെ മനുഷ്യനുണ്ടായി. വേറെ മനുഷ്യനോ? അല്ല, മനുഷ്യനെ വലിയ പോയിന്ന് അതിനെ കിട്ടിയ വലിയ തോട്ടിന്ന്. എന്താ മീന്റെ പേര്? വാലാണ്. വാളനോ? അല്ല, എന്താ പെരലല്ലേ? പെടല്. രണ്ട് പെരല് അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ് പറയ്. നമ്മള് വീഡിയോ മൈൻഡപ്പാക്കാണ്. അപ്പൊ അടുത്ത വീഡിയോയില് കാണാം. വീഡിയോയില് കാണാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.